ഹായ് സ്റ്റുഡൻസ്, എൻ്റെ പേര് മിസ്ബാൻ. സയൻസ് ടെക്കിൻ്റെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് +2 സ്റ്റുഡൻസിൻ്റെ ചാപ്റ്റർ 3 ആയിട്ടുള്ള കറണ്ട് ഇലക്ട്രിസിറ്റിയുടെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ എന്ന് പറയുന്ന ഒരു സെക്ഷനും അതിൻ്റെ പ്രോബ്ലമൊക്കെയാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ശരി, നമുക്ക് എന്താണ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ എ ഇലക്ട്രോലൈറ്റ് ആൻഡ് ഇലക്ട്രോഡ് ഓഫ് എ സെല്ല്. ഒരു സെല്ലുണ്ട്, ആ സെല്ലിനകത്ത് കുറച്ച് ഇലക്ട്രോലൈറ്റുകളും ഉണ്ടായിരിക്കും, ഇലക്ട്രോഡുകളൊക്കെ എന്തിലുണ്ടായിരിക്കും, ഒരു ബാറ്ററിക്കകത്ത് ഉണ്ടായിരിക്കും. ബാറ്ററി നമുക്ക് അഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ബാറ്ററിയാണ് നമ്മുടെ കയ്യിലുള്ളത്. ആ ബാറ്ററി ഒന്ന് അകത്ത് പൊളിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഒരു ഇലക്ട്രോഡിന് ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇലക്ട്രോഡ് ഇരിക്കുന്ന കാണാം. അതുപോലെ ജസ്റ്റ് കുറച്ച് പൊടികളൊക്കെ ഇട്ടൊക്കെ ഇരിക്കുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം ഓരോ ബാറ്ററിക്കും എന്തുണ്ട്, ഇന്റേണലായിട്ട് എന്തുണ്ട്, ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ആ റെസിസ്റ്റൻസ് എന്ത് എന്നാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് നമ്മൾ സാധാരണ കേസിലെല്ലാം തന്നെ നമ്മൾ ഒരു ഫിഗർ വരയ്ക്കാറുണ്ട്, ഒരു സർക്യൂട്ട് വരയ്ക്കാറുണ്ട്. ഇതാണ് നമ്മളെ ഒരു സർക്യൂട്ട്. ഇവിടുത്തെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, പുറത്ത് ഉള്ള എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റെസിസ്റ്റർ വെച്ചിട്ട് ആ റെസിസ്റ്റർ ഉണ്ട്. പിന്നെ ഉള്ളത് നമ്മളെന്ന് പറഞ്ഞാൽ ഒരു ബാറ്ററി ഉണ്ട്. ആ ബാറ്ററിക്ക് എന്തുണ്ടായിരിക്കും, ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അതാണ് ഞാൻ ഈ ഒരു കേസിൽ ഞാൻ വരച്ചിരിക്കുന്നത്. എന്നിട്ട് ഈ സർക്യൂട്ട് ഞാൻ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു സർക്യൂട്ട് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇവിടുത്തെ കേസ് എന്താ പറഞ്ഞാൽ ഈ ഒരു ബാറ്ററിയും ഈ ഒരു സർക്യൂട്ടാണ്. പക്ഷെ ഇവിടെ ഞാനൊരു ബ്ലാക്ക് പെന്നിട്ട് ബ്ലാക്ക് മാർക്കർ ഇട്ട് യൂസ് ചെയ്തിരിക്കുന്ന കേസ് എന്ന് പറഞ്ഞാൽ ഈ സെല്ലിനകത്തുള്ള റെസിസ്റ്റൻസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ബ്ലാക്ക് മാർക്കർ ഇട്ട് ഞാൻ എന്ത് ചെയ്തിരിക്കും, ജസ്റ്റ് ഒന്ന് വരച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഇത് റെസിസ്റ്റൻസ് ആണ്. ഇവിടുന്ന് കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ EMF എന്ന് പറയുന്നത് E ആണ്. ഇവിടുത്തെ റെസിസ്റ്റൻസ്, സെല്ലിനകത്തുള്ള റെസിസ്റ്റൻസിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഞാൻ എന്ത് ചെയ്യും, സ്മോൾ ലെറ്റർ R ആണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്, അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് ഞാൻ എന്ത് ചെയ്യാൻ ഫസ്റ്റ് എഴുതാൻ പോകുന്നത്. അപ്പൊ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആർക്കുള്ള ഈ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് ഫസ്റ്റ് എഴുതുന്നത്. എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എന്താണ് R+R. അത് എഴുതി, അത് സീരീസ് ആയതുകൊണ്ടാണ് കേട്ടോ. ഈ റെസിസ്റ്റൻസ് ഇങ്ങനെ വന്ന് സീരീസ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഓക്കെ, അടുത്താണ് നമുക്ക് തന്നിട്ടുള്ള EMF എന്ന് പറയുന്നത് എന്താണ്, E ആണ്. അവിടുത്തെ EMF എന്ന് പറയുന്നത് അല്ലെങ്കിൽ EMF എന്ന് പറയുന്നത് എന്താണ്, E ആണ്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, കറണ്ട് കണ്ടുപിടിക്കാം. കറണ്ട് ഓംസ് ലോ യൂസ് ചെയ്യുന്ന I=V/R അല്ലേ. ശരി, അപ്പോൾ ഇവിടുത്തെ EMF എന്ന് പറയുന്നത് എന്താണ്, E ആണ്. അപ്പം I ആണ് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ I ഈ വിക്ക് പകരം എന്ത് ചെയ്തു, E /R. ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, R+R ആണ്. ഓക്കെ ആണല്ലോ. ഇനി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഇക്വേഷനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഈക്വൽ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പൊ എന്തായി, I × R+R = E എന്ന് എഴുതി. ശരി, അപ്പൊ അതിൽ ഞാൻ ജസ്റ്റ് ഒരു മാറ്റം കൂടെ വരുത്തുന്നു. E = IR + I × സ്മോൾ ലെറ്റർ R. ഓക്കെ, ഇതിൽ ഡൗട്ട് വരേണ്ട കേസ് ഒന്നും ഉണ്ടോ, ഇല്ല. ഈ I കൊണ്ട് ക്യാപിറ്റൽ ലെറ്റർ ആറിനെയും ഇൻറ്റു ചെയ്തു, പ്ലസ് ഈ I കൊണ്ട് ഈ സ്മോൾ ലെറ്റർ ആറിനെയും ഇൻറ്റു ചെയ്തു. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ കിട്ടി. അപ്പോൾ ഈ ഓംസ് ലോ നമുക്കറിയാം. എന്താണ് ഓംസ് ലോ എന്ന് പറഞ്ഞാൽ വിയും ഐയും ആറും ഉണ്ട്. അപ്പോൾ എന്താണ്, V = IR ആണെന്ന് അറിയാം, I = V/R ആണെന്നൊക്കെ അറിയാം. നോക്കിക്കേ, ഇവിടെ എന്താ വന്നിരിക്കുന്നത്, IR എന്ന് പറഞ്ഞാൽ എന്ത് എഴുതിയാൽ മതി, പകരം എനിക്ക് V എഴുതിയാൽ മതി. അപ്പം E = V+IR. നമ്മുടെ ജോലി എന്താണ്, ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെല്ല്. ഈ ഒരു ആറിനെയാണ് എനിക്ക് എന്ത് ചെയ്യാനുള്ളത്, കണ്ടുപിടിക്കാനുള്ളത്. ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെല്ലാണ് എനിക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പം ഇക്വേഷൻ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഇത് ഇക്വേഷൻ ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതുന്നു. E = V+IR. ഈ സ്മോൾ ലെറ്റർ ആറിനെ അല്ലേ എനിക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ആ ആറിനെ കണ്ടുപിടിക്കാനായിട്ട് ഈ ഇതിനെ ഇപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ E - V = IR. ശരി, അപ്പോൾ ഇന്റേണൽ റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കുക, R = E - V / I. ഇത്രയേ ഉള്ളൂ എന്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്,
ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ എന്ന് പറഞ്ഞാൽ ഇത്ര കാര്യം മാത്രമേ ഉള്ളൂ നമുക്ക് എഴുതാനായിട്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് പഠിക്കാൻ പറ്റത്തില്ലേ? ഇത് ഒരു പക്ഷേ എക്സാമിന് ചോദിക്കുന്നുവെങ്കിൽ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ എന്ന് പറഞ്ഞുകൊണ്ട് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്താൽ മതിയാവും, നിങ്ങൾ എഴുതിയാൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെല്ല് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം. ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ തണുത്ത് കിടക്കുന്നപ്പോൾ ഉച്ചയ്ക്കുള്ള സമയത്തോ അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളൊരു സമ്മർ സീസണിൽ നമ്മൾ കാർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, വളരെ പെട്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ടാകും. ആ സമയത്ത് നമ്മൾ ഒരു ചില്ലിയുടെ മീൻസ് എന്താണ്, ഒരു തണുപ്പുള്ള സമയത്ത് അല്ലെങ്കിൽ ഇപ്പം ഒരു മഴക്കാലത്തൊക്കെ നമ്മൾ കാർ സ്റ്റാർട്ടാവുന്നത് എന്തായിരിക്കും, വളരെ പാടായിരിക്കും അല്ലേ? അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ആ ഒരു പ്രശ്നം വരുന്നത് എന്നറിയുമോ? ഈ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെല്ലാണ്. അവിടെ ടെമ്പറേച്ചർ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യും, അവിടെ വണ്ടി എന്ത് ചെയ്യും, സ്റ്റാർട്ടാവും. റെസിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ടെമ്പറേച്ചർ കൂടും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ടാവാനായിട്ട് എന്ത് ചെയ്യുന്നത്, ബുദ്ധിമുട്ട് നേരിടുന്നത്. അപ്പം അതുപോലെയുള്ള അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പം ഏത് സമയത്താണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ഈസിയായി? നല്ല തണുപ്പ് സമയത്താണോ അതോ ചൂടുള്ള സമയത്താണോ? കാറൊക്കെ ബാറ്ററി എന്നുള്ള ചാർജിങ്ങിൽ പെട്ടെന്ന് ചാർജിങ് ആവുകയും സ്പാർക്ക് പ്ലഗ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നോക്കുകയൊക്കെ ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബൈക്കാണെങ്കിൽ ചോക്ക് പിടിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഫ്യൂവലിൻ്റെ പമ്പിങ് കുറച്ചുകൂടെയൊക്കെ സ്പീഡ് ആക്കാനായിട്ട് നമ്മൾ നോക്കുകയും ചെയ്യും സ്റ്റാർട്ടിങ്ങിൻ്റെ കേസിൽ. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ള അതിൻ്റെ കറണ്ട് ബാറ്ററിയിൽ നിന്ന് എടുക്കുന്ന എത്രത്തോളം എന്നുള്ളതിനെയൊക്കെ പറ്റിയൊക്കെയാണ് അതിൽ വരുന്നത്. അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ബാറ്ററിയിൽ നിന്ന് ചാർജിങ്, എത്രത്തോളം ചാർജിങ് ആ ബാറ്ററിയിൽ നിന്ന് വേണം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ചെറിയൊരു പ്രോബ്ലം കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ എന്ന് പറയുന്ന സെക്ഷനിൽ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്നത്? ദ സ്റ്റോറേജ് ഓഫ് ബാറ്ററി ഓഫ് എ കാർ ഹാസ് ആൻ EMF 12 volt. The internal resistance of a battery is 0.4 ohm. What is the maximum current drawn from the battery? അപ്പം ഇതിൽ നിന്ന് നമുക്ക് ഇതുപോലൊരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് ഇത് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. നോക്കിക്കേ, തന്നിരിക്കുന്ന ഡിജിറ്റ്സ് എല്ലാം തന്നെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. ഇവിടെ എന്താ ഡിജിറ്റ്സ് 12 വോൾട്ട് ഉണ്ട്, 0.4 ഓം ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തിരിക്കുകയാണ്, തന്നിട്ടുള്ള ഗീവൺ എന്താണ്, EMF എത്രയാണ്, E is equal to 12 വോൾട്ട്. അടുത്തത് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പം എന്താണ് ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്, സ്മോൾ ലെറ്റർ r is equal to എത്രയാണ്, 0.4 ഓം ആണ്. എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്, കറണ്ട് ഡ്രോൺ ഫ്രം ദി ബാറ്ററി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു കേസിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഓംസ് ലോ ആണ് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓംസ് ലോ ജസ്റ്റ് എന്ത് ഇതുപോലെ ഒരു ഫിഗർ വരയ്ക്കുക, V is equal to I ഉണ്ട്, R ഉണ്ട്. ശരി, എന്താ ഇനി കണ്ടുപിടിക്കേണ്ടത്, I ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ I equal to V/R ആണ് വേണ്ടത്. ഇവിടെ വിക്ക് പകരം നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് എന്താണ്, ഇവിടെ വിക്ക് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് I is equal to E divided by small letter R ആണ്. അപ്പോൾ E എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര തന്നിട്ടുണ്ട്, 12 തന്നിട്ടുണ്ട്. സ്മോൾ ലെറ്റർ R എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, 0.4 തന്നിട്ടുണ്ട്. അപ്പോൾ എന്താ കാൽക്കുലേറ്റർ ഇല്ലാണ്ട് നമുക്ക് ഇത് എങ്ങനെ ചെയ്യാം, ജസ്റ്റ് മുകളിലും താഴെയും ഒരു 10 കൊണ്ട് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം എന്ത് കിട്ടും, 120 ഡിവൈഡഡ് ബൈ 4 എന്ന് കിട്ടും. ഈ 4ഉം ഇതുകൊണ്ട് എന്ത് ചെയ്യാം ചെയ്യുമ്പോൾ 1 4s are 4, 2 4s are 8, 3 4s are 12. അപ്പോൾ എത്ര കിട്ടും, എനിക്ക് 30 കിട്ടും. അപ്പോൾ എന്താ എനിക്ക് ഇവിടെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംപിയർ ആണ്. അപ്പോൾ നോക്കിക്കാം നമുക്ക് മാക്സിമം കറണ്ട് ഫ്രോം, വാട്ട് ഈസ് ദ മാക്സിമം കറണ്ട് ഡ്രോൺ ഫ്രോം ദ ബാറ്ററി എന്ന് ചോദിച്ചാൽ എത്രയാണ്, 13 ആംപിയർ കറണ്ട് ഡ്രോൺ ഫ്രം ദി ബാറ്ററി എന്ന് എഴുതാനായിട്ട് സാധിക്കും. അപ്പം ഇതുപോലെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, സിമ്പിളായിട്ട് എഴുതാനായിട്ട് നോക്കണം. ശരി, നിങ്ങളൊരു കാര്യം ചെയ്യുക, സിമ്പിളായി വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യുക. ഒരു 15 വോൾട്ടും 0.6 ഓമും ഉണ്ട്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഹോംവർക്കായിട്ട് ചെയ്ത് നോക്ക്. ഇതുപോലെ നിങ്ങൾക്ക് എന്താണ് ആൻസർ വരുന്നത് എന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിച്ചേ. നേരത്തെ നമ്മൾ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കോമ്പിനേഷൻ ഓഫ് സെൽസ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. കോമ്പിനേഷൻ ഓഫ് സെല്ല് അപ്പം എന്ന് പറഞ്ഞാൽ നേരത്തെ റെസിസ്റ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, സീരീസ് ആയിട്ടും പാരലായിട്ടൊക്കെ ചെയ്തായിരുന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ ഇപ്രാവശ്യം ഇത് ചെയ്യാനായിട്ട് പോകുന്നത് കോമ്പിനേഷൻ ഓഫ് സെല്ലാണ് പറയാനായിട്ട് പോകുന്നത്. കോമ്പിനേഷൻ ഓഫ് സെൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള കുറേ സെല്ലുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കണക്ട് ചെയ്ത് പോവുകയാണ്.
അങ്ങനെയെങ്കിൽ ഇതിൽ വരുന്ന ടോട്ടൽ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു കേസ് നമ്മൾ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ളത് ജസ്റ്റ് എന്ത് ചെയ്യാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നു. ഇവിടെ എന്താണ്, ഇവിടെ ഒരു ഇ എം എഫ് ഉണ്ട്, ആ ഇ എം എഫിന് ഒരു സ്മോൾ റെസിസ്റ്റൻസ് ഉണ്ട്. ഇവിടെ ഒരു ഇ എം എഫ് ഉണ്ട്, അതിനൊരു റെസിസ്റ്റൻസ് ഉണ്ട്. ഇവിടെയും ഒരു ഇ എം എഫ് ഉണ്ട്, അതിനൊരു സ്മോൾ റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പം എൻ ഇ ഉണ്ട്, അതോടൊപ്പം തന്നെ ഇവിടെ എന്താ എൻ ആർ ഉണ്ട്. എന്തുണ്ട്, ഒരു റെസിസ്റ്റൻസും ഉണ്ട്, ആ റെസിസ്റ്റൻസും വഴി. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണുള്ളത് ഇനി നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, ഇത് എന്ത് ടൈപ്പാണ്, ഇത് സീരീസ് കണക്ഷൻ ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, സെല്ല് ഞാൻ എന്ത് ചെയ്തു, സീരീസ് ആയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഇക്വലന്റ് ഇ എം എഫ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, അല്ലെങ്കിൽ എഫക്റ്റീവ് ഇ എം എഫ് എത്രയാണ്, എഫക്റ്റീവ് ഇ എം എഫ് എന്ന് പറയുന്നത് E1 പ്ലസ് E2 പ്ലസ് എക്സെട്ര അപ് ടു EN ആണ് എങ്കിൽ എഫക്റ്റീവ് ഇ എം എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, NE ആണ് അല്ലേ. ശരി, അപ്പൊ അങ്ങനെ നോക്കി. ഇപ്പൊ ടോട്ടൽ ഇന്റേണൽ റെസിസ്റ്റൻസ് എത്രയാണ്, ടോട്ടൽ ഇന്റേണൽ റെസിസ്റ്റൻസ് എത്രയായിരിക്കും വരുന്നത്, ടോട്ടൽ ഇന്റേണൽ റെസിസ്റ്റൻസ് എത്ര വരുന്നുണ്ട്, സ്മോൾ ലെറ്റർ ആർ ആണല്ലേ, R1 പ്ലസ് R2 പ്ലസ് എക്സെട്ര അപ് ടു R വരുന്നു. അപ്പൊ എന്ത് വരും, NR അവിടെയും വന്നു. ഓക്കെ, അപ്പൊ ഇ എം എഫ് എന്ന് പറയുന്നത് എത്രയായിട്ട്, ടോട്ടൽ എഫക്റ്റീവ് ഇ എം എഫ് എന്ന് പറയുന്നത് NE കിട്ടി, ടോട്ടൽ ഇന്ത്യ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്ത് കിട്ടി, NR എനിക്ക് കിട്ടി. അപ്പൊ എനിക്ക് അടുത്ത് എഴുതാനായിട്ട് പോകുന്ന നോക്കിക്കേ, എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് എനിക്ക് വേണ്ടത്. അപ്പൊ നോക്കിക്കേ, ഇനി അടുത്ത് ഞാൻ എഴുതാനായിട്ട് പോകുന്നത് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ്. ഈ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു സർക്യൂട്ടിന്റെ റെസിസ്റ്റൻസും ഈ സെല്ലിന്റെ റെസിസ്റ്റൻസും കൂടെ ചേർന്നാണ് എന്ത് വരുന്നത്, എഫക്റ്റീവ് റെസിസ്റ്റൻസ് വരുന്നത്. അപ്പൊ ടോട്ടൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 6. അപ്പം ഇത്രയും എണ്ണം ഉണ്ടായിരുന്നു, ആ എണ്ണത്തിന്റെയൊക്കെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, പ്ലസ് NR എന്ന് എഴുതാനായിട്ട് സാധിച്ചു. ഓക്കെ, അത് മനസ്സിലായല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് ഈ സ്മോൾ ലെറ്റർ NR വന്നതെന്ന് ക്യാപിറ്റൽ ലെറ്റർ R എഴുതി എന്ത് എന്നുള്ളതിനെ പറ്റി ജസ്റ്റ് ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനി എന്ത് ചെയ്യാൻ പോവുകയാണ്, കറണ്ടിന്റെ ഇക്വേഷൻ എഴുതാനായിട്ട് പോകണം. അപ്പൊ കറണ്ട് ഇസ് ഈക്വൽ ടു എന്താണ്, ഇ എം എഫ് ഡിവൈഡഡ് ബൈ ഇക്വലന്റ് റെസിസ്റ്റൻസ് എഴുതാം. അപ്പൊ എന്താണ് ഇക്വലന്റ് റെസിസ്റ്റൻസ്, I ഈക്വൽ ടു ഇ എം എഫ് എന്ന് പറഞ്ഞാൽ എന്താണ് എനിക്ക് എഴുതാൻ പറ്റുന്നത്, NE ആണ്. അപ്പൊ NE ഡിവൈഡഡ് ബൈ ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്താണ് എനിക്ക് കിട്ടിയത്, R പ്ലസ് NR ആണ്. നോക്കിക്കേ, വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ എന്ത് ചെയ്തിരിക്കുകയാണ്, ഈ ഒരു കേസ് ചെയ്തിരിക്കുകയാണ്. എന്താണ്, I ഈക്വൽ ടു ഇ എം എഫ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി എനിക്ക്, ഇ എം എഫ് എന്ന് പറയുന്നത് NE ആണ്, അത് എഴുതി. അതോടൊപ്പം തന്നെ ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ് എനിക്ക് കിട്ടിയത്, ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണ് എനിക്ക് കിട്ടിയത്, R പ്ലസ് എന്താണ് NR ആണ്. അപ്പൊ എന്തിന്റെ ഇക്വേഷൻ കിട്ടി എനിക്ക്, കോമ്പിനേഷൻ ഓഫ് സെല്ലില് സീരീസിന്റെ കേസിലുള്ള I ഈക്വൽ ടു NE ഡിവൈഡഡ് ബൈ R പ്ലസ് NR എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടിയില്ലേ. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഈ ഒരു കേസ് ചെയ്തു. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന കോമ്പിനേഷൻ ഓഫ് സെല്ലിൽ തന്നെ പാരലൽ കണക്ഷൻ ആയി കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് നമുക്ക് അതിൻ്റെ സെല്ലിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെല്ലിന്റെ കേസിൽ പാരലൽ ആയിട്ടുള്ള കണക്ഷൻ വന്നാൽ എങ്ങനെ ചെയ്യും എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനെന്ത് ചെയ്യുക, സെല്ലുകൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, സെല്ലുകൾ ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് ഇവിടെ ഒന്ന് കണക്ട് ചെയ്തു. അപ്പോൾ അതിനെന്ത് ചെയ്തു, അതിനൊരു ഇക്വലന്റ് റെസിസ്റ്റൻസും ഞാൻ എന്ത് ചെയ്തു, കൊടുത്തു. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ ജസ്റ്റ് ഫിഗർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തുണ്ട്, ഒരു E ഉണ്ട്, ഇതിനൊരു R ഉണ്ട്. ഇവിടെയും ഒരു EMF ഉണ്ട്, അതിനൊരു R ഉണ്ട്. ഇവിടെയും ഒരു EMF ഉണ്ട്, അതിനൊരു സ്മോൾ റെസിസ്റ്റൻസ് ഉണ്ട്. അതോടെ N എണ്ണം ഉള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, N എണ്ണവും ഞാൻ എഴുതി. അതോടൊപ്പം തന്നെ ഈ ഒരു റെസിസ്റ്റൻസിനും എന്തുണ്ട്, ഈ ഒരു റെസിസ്റ്ററിനും ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ആ ആറും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. ശരിയല്ലേ? നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് എനിക്ക് ഫസ്റ്റ് എഴുതാനുള്ളത്. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ് എനിക്ക് എഴുതുന്നത്, 1/RPC = 1/R1 plus 1/R2 plus 1/R3 plus etc. up to plus 1/Rn. അപ്പോൾ അതിൽ നമുക്ക് എന്ത് ചെയ്യാം, n നമ്പർ ഓഫ് എന്തുണ്ട്, റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ RP = അല്ലെങ്കിൽ
1/rp is equal to n/r റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എനിക്ക് മാറ്റി ഇങ്ങനെ എഴുതാം, rp is equal to r/n എന്ന് എഴുതാനായിട്ട് സാധിക്കും. അപ്പം rp is equal to r/n എന്ന് എഴുതാനായിട്ട് എനിക്ക് സാധിക്കുകയും ചെയ്യും. അപ്പോൾ നോക്കിയപ്പോൾ നമുക്ക് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് എനിക്ക് വേണ്ടത്. അപ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെ എഴുതാനായിട്ട് സാധിക്കും? എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളല്ലേ. ഇപ്പൊ ഇതെല്ലാം കൂടെ ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? r/n കിട്ടി. അതിന്റെ കൂടെ ഇത് മൊത്തം ചെയ്യുമ്പോൾ എനിക്ക് കിട്ടി r/n കിട്ടി. പ്ലസ് എന്ത് ചെയ്യുക? ഈ r കൂട്ടുക. അപ്പൊ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ക്യാപിറ്റൽ R പ്ലസ് സ്മോൾ ലെറ്റർ r ഡിവൈഡഡ് ബൈ n കിട്ടി. ശരി, ഇനി അടുത്ത് എനിക്ക് എന്താ ഉള്ളത്? EMF ആണുള്ളത്. ഇവിടുത്തെ എഫക്റ്റീവ് EMF എന്ന് പറഞ്ഞാൽ എന്താണ്? എഫക്റ്റീവ് EMF എന്ന് പറയുന്നത് എന്താണ്? E തന്നെയാണ്. എല്ലാത്തിനും എന്താണ്? പാരലൽ ആയതുകൊണ്ട് എന്താണ്? വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ്. അതുകൊണ്ട് എന്താണ് ഇവിടെ E ആണ്. ഓക്കെ, അത് മനസ്സിലായല്ലോ. ഇനി കറണ്ടിന്റെ ഇക്വേഷൻ എന്താണ്? I ഈക്വൽ ടു E/R ആണ്. എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് എഴുതാനായിട്ട് പോകുന്നത് അല്ലേ? എഫക്റ്റീവ് റെസിസ്റ്റൻസ്. അപ്പൊ എന്ത് ചെയ്യാം? E ഡിവൈഡഡ് ബൈ R പ്ലസ് R/n എഴുതി. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് സാധിക്കും? അറ്റ്സ് ഈക്വൽ ടു E ഡിവൈഡഡ് ബൈ ക്രോസ് മൾട്ടിപ്ലൈ ആണ്. അപ്പം എന്ത്? RN പ്ലസ് എന്ത് ചെയ്യുക? ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 1 × R പ്ലസ് R ഡിവൈഡഡ് ബൈ 1 × n. ശരി, ഈ n എന്ത് ചെയ്യും? മുകളിൽ വരും. അപ്പൊ എന്തായാലും എനിക്ക് ഇക്വേഷൻ എഴുതാൻ പറ്റുന്നത് n E ഡിവൈഡഡ് ബൈ RN പ്ലസ് R കിട്ടും. ഇത്ര മാത്രമാണുള്ളത്. എന്താണ് ഇതിന്റെ ഇക്വേഷൻ? ഇവിടുത്തെ I എന്ന് പറഞ്ഞാൽ എത്രയാണ്? I ഈക്വൽ ടു NE ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ RN സഫിക്സ് അല്ല, എന്ത് ചെയ്യാം? നമുക്ക് RN പ്ലസ് R എന്നുള്ള ഒരു ഇക്വേഷൻ എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? എന്താണ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ എന്ന് പറഞ്ഞായിരുന്നു. ഈ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് സെൽ ഓഫേർഡ് ചെയ്യുന്നത് ആരാണ്? ഇലക്ട്രോലൈറ്റും ഇലക്ട്രോഡുമാണ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്നത്. ഒരു സെല്ലിന് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്നത് ആര് എന്ന് ചോദിച്ചാൽ എൻട്രൻസ് എഴുതാവുന്ന ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ സെല്ലിന് ആരാണിത് കൊടുക്കുന്നത്? ഇന്റേണൽ റെസിസ്റ്റൻസ് കൊടുക്കുന്നത് ഇലക്ട്രോഡും ഇലക്ട്രോലൈറ്റും ആണ് ചെയ്യുന്നത്. അപ്പം ഇത് ഈ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അതിനകത്തുള്ള ഇലക്ട്രോഡും ഇലക്ട്രോലൈറ്റും അതോടൊപ്പം തന്നെ ആ ഒരു ഇത് തമ്മിലുള്ള അകലവും ഡിസ്റ്റൻസ് ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്? അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ കേസിൽ തന്നെ രണ്ട് ഇക്വേഷൻസ് വരുന്നത് ഏതൊക്കെയാണ്? ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെല്ലോ വരുന്ന സീരീസ് കൊണ്ട് പാരലും. അപ്പോൾ സീരീസിൻ്റെ കേസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് I ഈക്വൽ ടു NE ഡിവൈഡഡ് ബൈ RN പ്ലസ് R എന്ന് പറയുന്ന ഒരു ഇക്വേഷനാണ് ഏത് കേസിൽ വരുന്നത്? ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ എന്ന് പറയുന്നതിൻ്റെ കൺസെപ്റ്റിൽ നമുക്ക് വരും. അപ്പം ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സുകൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.